സമയം രാവിലെ 5 മണി. എല്ലാവരും ട്രക്കിംഗ് പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഇന്നത്തെ പ്ലാനൊക്കെ ഇന്നലെ തന്നെ സെറ്റാക്കിയിരിക്കുന്നു. കുറുമ്പലക്കോട്ട വ്യൂ പോയിൻ്റ് ട്രക്കിംഗ് ആണ് ഞങ്ങളുടെ പ്ലാനിലുള്ളത്. താമസിയാതെ ഞങ്ങൾ പുറപ്പെട്ടു. മഞ്ഞിൽ പുതപ്പിച്ച താഴ്വരയും സൂര്യോദയവും കാണണം. അതിനാണ് ഇത്ര നേരത്തെ പോകുന്നത്. പോകുന്ന വഴിയിൽ മഞ്ഞുകൊണ്ട് ഒന്നും കാണാനില്ല. എന്തായാലും എല്ലാവരും ആവേശത്തിലാണ്. റിസോർട്ടിൽ നിന്നും അരമണിക്കൂർ യാത്രയുണ്ട് കുറുമ്പലക്കോട്ടയിലെത്താൻ. പിന്നെ അവിടെ നിന്നും അരമണിക്കൂർ കൂടുതലുണ്ട് വ്യൂ പോയിന്റിലേക്ക്. വണ്ടി മുകളിലേക്ക് കയറാത്തതിനാൽ നടന്നു വേണം പോകാനായിട്ട്. ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത് റാഫിയാണ്. റാഫിയും ഫ്രണ്ട്സുമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. റാഫി ഇവിടുത്തുകാരനാണ്. ഞങ്ങൾ കുറുമ്പലക്കോട്ടയിൽ വണ്ടി പോകുന്നിടം വരെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. കുറുമ്പലക്കോട്ട ട്രക്കിംഗ് നിരോധിച്ചിരിക്കുന്നു എന്ന കാര്യം. എന്നാൽ ഞങ്ങൾക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. ഇവിടെ നിന്നാൽ തന്നെ നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മഞ്ഞിൽ പുതച്ച വയനാടൻ താഴ്വരയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ് മച്ചാന്മാർ. ഇവിടെ നിന്ന് നോക്കിയാൽ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ മുകളിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ ഒട്ടും സമയം കളയാതെ തന്നെ ഞാനെല്ലാം ഫോണിൽ പകർത്തിയെടുത്തു. സൂര്യൻ ഉദിച്ചു വരുന്നു. ഇത് കാണാൻ തന്നെയാണ് ഞങ്ങളും കാത്തിരുന്നത്. ഇത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് റാഫി പറഞ്ഞു. കുറുമ്പലക്കോട്ട ട്രക്കിംഗ് പോകാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് വേറൊരു സ്ഥലം കാണിച്ചു തരാം എന്ന് റാഫി പറയാൻ കാരണം. ഇനി ഞങ്ങൾ പോകുന്നത് ബാണാസുര ഡാമിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ്. വണ്ടി നിർത്തി കുറച്ച് ഉള്ളിലോട്ട് നടക്കണം. സമയം 8 മണിയാകാറായി. തണുപ്പ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ചെറിയ ഇടവഴിയിലൂടെ ഞങ്ങൾ നടന്നു. പുറകിലോട്ട് നോക്കിയപ്പോൾ റാഷിയും അഖിലും ഷിയാബ്ഖയും വരുന്നത് കണ്ടു. അവരെ കാത്ത് കുറച്ചു നേരം നിന്നു. ഷിയാബ്ഖ എപ്പോഴാണ് പാട്ട് പാടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. റാഷിയെയും വൈഫിനെയും വെച്ച് റൊമാൻറ്റിക് ഷോട്ട് എടുക്കുകയാണ് ഡോക്ടർ റിയാസ് ഖാൻ. ശിവിലിയാകട്ടെ എനിക്ക് വേണ്ടി ഡാൻസ് കളിച്ചു തരികയാണ്. ആ ഒരു സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് ഒരു ആഫ്രിക്കൻ ടച്ച് ഉണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നി. അങ്ങനെ നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. ബാണാസുര ഡാമിൻ്റെ റിസർവയറാണിത്. ഒരു ചിത്രകാരൻ വരച്ച ഓയിൽ പെയിൻറ്റിങ് പോലെ തോന്നുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വളരെയേറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന ഒരു ഡാമാണിത്. ഞാൻ ഇടയ്ക്ക് പറയാറുള്ള റാഫിയാണിത്. ഞങ്ങളുടെ മീറ്റപ്പ് കളറാക്കി തന്ന വ്യക്തി. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ വയനാട് ട്രിപ്പ് അടിക്കുന്നവർക്ക് ഇവനെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. പതിവ് പോലെ തന്നെ ഷിയാബ്ഖ പാട്ട് പാടാൻ തുടങ്ങി. മേലോട്ട് പോകാതെ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമവിടെ തപസിരുന്നു സുനയനേ സുമുഖി സുമവദനേ സഖി. അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു റിസോർട്ടിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും കുളിക്കാനായി ഞങ്ങളൊരു ചെറിയ അരുവിയിലേക്ക് വന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇറങ്ങി കുളിച്ചു. അങ്ങനെ കുളിയും കഴിഞ്ഞ് ഫുഡും കഴിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു.